ഹായ് ഓൾ, ഇറ്റ്സ് മീ മല്ലു ട്രേഡർ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഓൾറെഡി ഇത് ഗോൾഡിൻ്റെ ചാർട്ടാണ്. ഓൾറെഡി നമുക്കൊരു എൻട്രി പോയിന്റ് വന്നിട്ടുണ്ട് 4400. പക്ഷേ എൻട്രി പോയിന്റ് നമുക്ക് ടി പി ഹിറ്റ് ചെയ്യുന്നത് 4346 ടി പി ഹിറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ടി പി ഹിറ്റ് ചെയ്തില്ല, നേരെ തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അറിയില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഒരു എൻട്രി വന്നു, നമുക്ക് മിസ്സായി, നമ്മൾ അടുത്ത എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അല്ലാണ്ട് ഈ എൻട്രി തന്നെ വീണ്ടും എടുത്ത് ചാടിപ്പിടിച്ച് കയറരുത്. ഇത് ഓൾറെഡി ടി പി അടിച്ചോ നോക്കാം. ടി പി അടിച്ച് ട്രേഡുകൾ വിടാം. ഇതല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ ഈ ട്രേഡ് കംപ്ലീറ്റ്ലി കട്ടപ്പായി പോകും. അല്ലെങ്കിൽ ടി പി 3 അടിക്കുമ്പോൾ കംപ്ലീറ്റ്ലി കട്ടപ്പായി പോകും. അല്ലെങ്കിൽ മാർക്കറ്റ് നേരെ ഇതിൻ്റെ തിരിച്ച് മൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ട്രേഡ് ക്യാൻസൽ ആകും. അത് നമുക്ക് ചാർട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഇനി മറ്റേ നമുക്ക് 2 മിനിറ്റ്സ് ട്രേഡ് നോക്കാം. ഗോൾഡിൽ 2 മിനിറ്റ്സിൽ ട്രേഡുകളൊന്നുമില്ല. ഇനി 3 മിനിറ്റ്സിൽ നോക്കാം. 3 മിനിറ്റ്സ്. അപ്പോൾ പുതിയ ട്രേഡുകൾ തന്നെ വെയിറ്റ് ചെയ്യുക. അതാണ് ഏറ്റവും ബെറ്റർ കാര്യം. പുതിയ ട്രേഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് കറക്റ്റായിട്ട് ചാർട്ടുകൾ അനാലിസിസ് ചെയ്ത് നോക്കിയതിന് ശേഷം ട്രേഡ് തരാം. പിന്നെ അടുത്തൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്സ്, നമ്മൾ ഒരു എൻട്രി നമ്മൾ എടുക്കാമെന്ന് വിചാരിക്കുക. നമ്മൾ ഇവിടെ എൻട്രി എടുത്തു. ഇവിടെ എൻട്രി എടുക്കുമ്പോൾ നമ്മൾ ടി പി സെറ്റ് ചെയ്യുന്നത്, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ടി പി 1 എപ്പോഴും പ്രോബിലിറ്റി കൂടുതലായിരിക്കും. ടി പി 2 കുറച്ച് ലോങ് ആയിരിക്കും. ഓൾറെഡി 1 90% ആയിരുന്നെങ്കിൽ 2 60% ആണെന്ന് വിചാരിക്കാം. നമ്മളെപ്പോഴും സ്റ്റോപ്പ് ഒരു ട്രേഡ് എടുത്തതിന് ശേഷം ട്രേഡ് എടുത്തതിന് ശേഷം 2ലേക്ക് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ലോട്ടാണ് എടുക്കുന്നതെങ്കിൽ 2ലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ 0.5 എടുക്കുക, ബാക്കി തീർക്കുക. കാരണം റേഞ്ച് കൂടുതലുള്ള ട്രേഡുകൾ എപ്പോഴും പ്രോബിലിറ്റി കുറവായിരിക്കും. അതിപ്പോൾ നിങ്ങൾ നോർമൽ എടുത്താലും ഒരു പരിധി വെച്ച് കൂടുതൽ പൈസ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് പൊസിഷൻ എപ്പോഴും പ്രോബിലിറ്റി കുറവായിരിക്കും. കാരണം എപ്പോൾ വേണമെങ്കിൽ മാർക്കറ്റ് നേരെ ഓപ്പോസിറ്റ് പോകാം. അപ്പോൾ നിങ്ങളൊരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. 2 ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ 1 ലോട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് 1 ലോട്ട് എടുക്കുകയാണെങ്കിൽ 0.5 ലോട്ട് എടുക്കുക. ഇനി ടി പി 1 ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബെറ്റർ അതായിരിക്കും. ഒരു ലോട്ട് 1 തന്നെ എടുക്കുക, ഒരു ടി പി സെറ്റ് ചെയ്യാം. ഇനി നമ്മളെപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ സ്മാർട്ട് മണി കൺസെപ്റ്റാണ്. സ്മാർട്ട് മൂവാണ് നമുക്ക് വേണ്ടത്. ഈ ലോകത്ത് പല ജോലികളുണ്ട്. എല്ലാം ഹാർഡ് വർക്കും നമ്മൾ തല ഉപയോഗിച്ച് ചെയ്യുന്ന വർക്ക് തന്നെയാണ്. പക്ഷേ നമ്മൾ ട്രേഡിങ്ങിൽ ഓൺലി നമ്മുടെ തല മാത്രം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത് ഒരു മേഖലയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇമോഷൻസ് ഭയങ്കരമായിട്ട് കൂടും. അതുകൊണ്ടാണ് മാക്സിമം നമ്മളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ടി പി 2ലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ടി പി 1 എത്തി ഇവിടെ കുറച്ചും കൂടി കയറി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്താണ് ഒന്നില്ലെങ്കിൽ എൻട്രിയിലോട്ട് ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫസ്റ്റ് വയ്ക്കുക എന്നുള്ളതാണ്. എൻട്രിയിലോട്ട് ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ 1 ടി പി ഹിറ്റായതിനു ശേഷം കുറച്ചും കൂടി കയറി കഴിഞ്ഞാൽ ഈ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് നേരെ ടി പി 1ലേക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ തിരിച്ച് ഈ ടി പി അടിക്കാനാണ്. അപ്പോൾ ഈ ടി പി അടിക്കുന്നത് തിരിച്ച് കയറി പോയി നമ്മൾ 1 ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അലാമ തുടങ്ങാം. നമ്മൾ എന്താണ് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ട്രേഡിങ്ങിൽ തരത്തിലുള്ള സ്മാർട്ട് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിലാണെങ്കിൽ നമുക്ക് നിലനിൽപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേക ലാഭം എടുത്ത് മാറാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ബൈ.